ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എൻ്റെ മോളുടെ വിദ്യാരംഭം മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് വേണമെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മളെ യാത്ര അങ്ങോട്ടേക്കാണ്. അങ്ങനെ ഓഗസ്റ്റ് 4-ാം തീയതി വൈകുന്നേരമാണ് നമ്മൾ പുറപ്പെടുന്നത്. ഓഗസ്റ്റ് 5-ന് രാവിലെയാണ് അവളുടെ അരിയിലെഴുത്ത്. എൻ്റെ ഫാമിലിയും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും കൂടെ ആയിരുന്നു പോയത്. നമ്മൾ സ്റ്റേഷനിൽ എത്തും മുന്നേ എൻ്റെ അച്ഛനും അമ്മയും അനിയനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ അവിടെ എത്തിയോണ്ട് തന്നെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 5:50 ട്രെയിൻ 6:05 എത്തി. നമ്മളെല്ലാവരും കയറി. ബട്ട് പ്രശ്നം അതല്ല, നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുള്ളത് വേറെ വേറെ കമ്പാർട്ട്മെന്റ്സിലായിരുന്നു. 4 സീറ്റ്സ് എന്നാലും ഏകദേശം അടുത്തായിട്ടാണ് കിട്ടിയത്. നമ്മളെല്ലാവരും അവിടെ ഇരുന്നു. എന്നിട്ട് സിംഗിളായിട്ട് വന്നിട്ടുള്ള ഒരാളോട് നമ്മുടെ മറ്റേ കമ്പാർട്ട്മെന്റിലെ സീറ്റിലേക്ക് മാറിത്തരാൻ ചോദിച്ചു. അയാൾ മാറി തന്നു. വേറെ 2-3 ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് മാറാൻ താല്പര്യമില്ലായിരുന്നു. ട്രെയിനിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചായയും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ രാത്രിത്തെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയതാണ്. ചപ്പാത്തിയും പനീർ കറിയും ഗോബി മഞ്ചൂരിയൊക്കെയാണ് കൊണ്ടുപോയത്. നമ്മൾ ബൈനൂർ സ്റ്റേഷനിലേക്ക് എത്തുന്നത് 12:45 1 മണീൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു 8 മണിക്ക് തന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ കിടന്നു. അങ്ങനെ 12:45 ആകുമ്പോഴത്തേക്കിന് നമ്മളെല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി. അവിടെ എത്തിയപ്പോഴോ ഭയങ്കര മഴ, ഭയങ്കര കാറ്റും മഴയായിരുന്നു. നമ്മുടെ കയ്യിലാണെങ്കിൽ ആകെ 2 കുടയാണുള്ളത്. നമ്മളെ 9 ആൾക്കാരുണ്ട് മോളെയും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ എങ്ങനെയൊക്കെയോ ബാഗും പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഒരു വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് എത്തി. ആ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണെങ്കിൽ അവിടെ ശരിക്കും വിജനമായൊരു അന്തരീക്ഷമായിരുന്നു. മഴയൊന്ന് കുറഞ്ഞപ്പോഴാണ് അവിടെ ഇവിടെയും കയറി നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ പുറത്തേക്ക് വന്നത്. അങ്ങനെ നമ്മളും സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. അവിടെ കുറേ ടാക്സി കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളൊരു ട്രാവലറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റേഷനിൽ നിന്ന് റൂമിലേക്ക് ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ജഗദംബിക ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കുറച്ച് സമയത്തെ കാര്യമല്ലേ, കുഴപ്പമില്ലായിരുന്നു. റൂമിലെത്തി പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിക്ക് എണീറ്റ് ഒരു 6:30 ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോയി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ അരിയിലെഴുതിക്കാൻ കൊണ്ടുപോകുമ്പം. കാര്യം അവളുടെ ലൈഫിലെ ആദ്യത്തെ ഒരു ചുവടുവെപ്പാണ്. അവൾ ആദ്യ അക്ഷരം കുറിക്കാൻ പോവുകയാണ്. ശരിക്കും എത്ര പെട്ടെന്നാണ്, അവൾക്ക് 3 വയസ്സാവാറായി. ഇനി അവൾ പ്രീ സ്കൂളിലോട്ടൊക്കെ പോവാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അത് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ ടോക്കൺ എടുത്തിട്ട് അരിയിലെഴുതിക്കാൻ വേണ്ടി പോയി. അവിടെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ ആദ്യാക്ഷരങ്ങളൊക്കെ കുറിച്ചു, അനുഗ്രഹമൊക്കെ മേടിച്ചു. എന്നിട്ട് നമ്മളോട് കൊടിമരത്തിന് മുന്നിൽ പോയിട്ട് നമസ്കരിക്കാൻ വേണ്ടി പറയും. നമ്മൾ 3 ആളും പോയിട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. പോകുന്ന വഴിക്ക് മോക്കൊരു ബോർഡ് വാങ്ങിച്ചു കൊടുത്തു. അരിയിൽ എഴുതിയിട്ട് അവൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ബോർഡാണ് വാങ്ങിച്ചു കൊടുത്തത്. അതും പിടിച്ചിട്ട് പോകുന്നതാണിത്. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. റൂമിൻ്റെ തൊട്ടടുത്താനുള്ള ഹോട്ടലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയിട്ട് എല്ലാവരും കൂടെ കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്നു. പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഇനി എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. കുടജാദ്രിയിൽ പോകണമെന്നുണ്ടായിരുന്നു, ബട്ട് വഴിയൊക്കെ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനും 2 അമ്മമാരും കൂടെ പുറത്തിറങ്ങി അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഷോപ്പിലൂടെയൊക്കെ ഒന്ന് നടന്നു. അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. മൂക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. റൂമിൽ പോയപ്പോഴുള്ള അവസ്ഥയാണിത്. എല്ലാവരും കിടന്നുറങ്ങായിരുന്നു. അങ്ങനെ കുറച്ച് സമയം പിന്നെ അവിടെ ഇരുന്ന് നമ്മൾ നേരെ സൗപർണികയിലേക്ക് പോയി. തിരിച്ചു വരുന്ന ട്രെയിൻ വൈകുന്നേരം 4:45 അതുകൊണ്ട് തന്നെ കുറേ സമയം ബാക്കിയുള്ളതുകൊണ്ട് നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ സൗപർണികയിലേക്ക് പോയി. അവിടെ ആണെങ്കിൽ ഭയങ്കര ഒഴുക്കായിരുന്നു. വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നു. പിന്നെ നമ്മൾ തിരിച്ചും എല്ലാം നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. സൗപർണികയിൽ എന്തായാലും പോയത് വെറുതെ ആയില്ല. ഒരുപാട് കുരങ്ങന്മാർ ഇത്ര അടുത്തുനിന്ന് കണ്ടപ്പോൾ മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടുന്ന് നടന്ന് റൂമിലെത്താറാവുമ്പോൾ വീണ്ടും മഴ. പിന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ചിന് മീൽസ്, പനീർ ബിരിയാണി, പനീർ ടിക്ക ബിരിയാണി, കേർഡ് റൈസ്, അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു. ലാസ്റ്റ് ഒരു ഫ്രൂട്ട് സലാഡും. ഞാൻ അവൾ ഐസ്ക്രീം കഴിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ അവൾ കാണിക്കുന്നത് നോക്കിയേ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അരങ്ങേറ്റാൻ തോന്നുന്നു. അങ്ങനെ അവിടുന്ന് നമ്മളത് കാണാമെന്ന് വെച്ച് പോകുമ്പോഴത്തേക്ക് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. 3 മണിയാകുമ്പോൾ നമ്മളെ വണ്ടി വന്നു. അപ്പം നമ്മൾ റെഡി ആയിട്ട് മൂകാംബികയിൽ നേരെ ബൈനൂർ സ്റ്റേഷനിലേക്ക് വിട്ടു. 3:45 നമ്മൾ സ്റ്റേഷനിലെത്തി. 4:45 ട്രെയിന്. 1 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. സോ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നു.
അങ്ങനെ ട്രെയിന് വന്നു, നമ്മളെല്ലാവരും കയറി. സീറ്റ് നമ്മൾ വരുന്ന പോലെ തന്നെ കുറച്ച് ആൾക്കാരുടെ മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മളെല്ലാവരും ഒരു കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് നിന്നത്. പിന്നെ ട്രെയിനിൽ ആൾക്കാർ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് സമയം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നു, കിടന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി. പിന്നെ രാത്രിത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ്, മംഗലാപുരത്ത് നിന്ന്. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നേരെ കിടന്നുറങ്ങി. ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോളുടെ ലൈഫിലെ അറിവിൻ്റെ ലോകത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണിത്. അതവൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പം ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 11:20 ആകുമ്പോൾ നമ്മൾ വടകര എത്തി. അവിടെയും നല്ല മഴയായിരുന്നു. നമ്മൾ സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതും എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.